തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്. ഞങ്ങൾക്കായി ജീവൻ നൽകിയ തൊഴിൽ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ മാർഗങ്ങൾ അതിലൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്ന നടപടികളെല്ലാം പുതിയ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അത് രണ്ടാം ഘട്ടം വന്നപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കി.
ഇപ്പോൾ അവർ മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതിൽ ഓരോന്നും കൂടുതൽ ശക്തമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ 29 നിയമങ്ങളെ പൊളിച്ചെഴുതി 4 ലേബർ കോഡുകൾ എന്ന രീതിയിൽ അതിനകത്ത് ഒതുക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ പോരാട്ടങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും തൊഴിലാളികൾക്ക് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള സാഹചര്യം പോലും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള അതിനെതിരായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ച സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സമരം എന്ന് പറയുന്നത് 1990-കളെ തുടർന്ന് തന്നെ നമ്മുടെ രാജ്യത്തും ലോകത്തും നടപ്പാക്കുന്ന സാമ്പത്തികമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം അവിടെ നിന്ന് തുടങ്ങിയതാണ്. നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ആ 90-കളെ തുടർന്നുള്ള പുതിയ ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ഒക്കെ നയത്തിൻ്റെ ഫലമായി തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ നിന്ന് മോചനം നേടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി പൊതുമേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ശക്തമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പോരാട്ടം ഇപ്പോൾ 23ാമത് തവണയിലേക്ക് എത്തുകയാണ്. 10-30 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഈ 90-കൾക്ക് ശേഷം 30-35 വർഷമായി. പക്ഷേ 23ാമത് ദേശീയ തലത്തിലുള്ള പൊതുപണിമുടക്കത്തിലേക്ക് ഇന്ത്യയിലെ തൊഴിലാളി വർഗം മുന്നോട്ട് വരികയാണ്. ഇത് വരുന്നത് വെറുതെയല്ല, അവൻ്റെ അവകാശങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നത് പോലും നിഷേധിക്കുകയാണ്. പിരിച്ചുവിട്ടാൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധമാണ്. പുതിയ തൊഴിൽ സാധ്യതകൾ തേടി വരാനും അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പുതിയ യൂണിയനുകൾ രൂപീകരിക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്നു മുതലാളിമാർക്കും അവരുടെ അപ്പൂപ്പന്മാരായ ഈ കോർപ്പറേറ്റുകൾക്കും. എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന രൂപമായിട്ടാണ് ഈ കോർപ്പറേറ്റുകളെ നമ്മൾ കാണുന്നത്. ആ കോർപ്പറേറ്റ് ശക്തികൾക്കും വേണ്ടി രാജ്യത്തെ തൊഴിലാളികളെ എറിഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സംഘടിത തൊഴിലാളികളുടെ പോരാട്ടങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുകയാണ്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശത്തെ അടക്കം തകർക്കത്തക്ക രീതിയിൽ അതിനാവശ്യമായ കൂച്ചുവിലങ്ങിടുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിയമപരമായ പരിരക്ഷ മുതലാളി വർഗത്തിനും കോർപ്പറേറ്റുകൾക്കും അനുകൂലമാക്കി ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളിൽ ഉണ്ടാകേണ്ട പുതിയ അവബോധം, അവരുടെ ഒരു തിരിച്ചറിവുണ്ടാക്കാൻ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നതാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഈ മേഖലത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള, അതിലെ കൃഷിക്കാരുണ്ട്, തൊഴിലാളികളുടെ എല്ലാം ഉണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ഈ ഒരു ഒത്തുചേരലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ രാജ്യത്തിൻ്റെ കാർമേഘം ഒരു യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തെ കടന്നാക്രമിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനും സമാധാന ജീവിതത്തിനും ഭംഗമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാനും പരാജയപ്പെടുത്താനും അമർച്ച ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിനുള്ളതാണ്, നമ്മുടെ ഭരണാധികാരികൾക്കുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ ഏതൊരു പൗരനും ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുമെന്ന സാഹചര്യം ഉണ്ടാകണം. മറിച്ച് ഈ യുദ്ധ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മതചിന്തകൾ എല്ലാം ഇവിടെ എടുത്തുപയോഗിച്ച് മതവൈരത്തിൻ്റെ ശത്രുതയുടെ പേരിൽ രാജ്യത്തെ കലാപവും യുദ്ധവും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, തൊഴിലാളി വർഗം അംഗീകരിക്കുന്നതല്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്നുള്ള ഈ സാഹചര്യങ്ങളെല്ലാം ഉപയോഗിച്ച് തൊഴിലാളി വർഗം അവൻ്റെ ദേശാഭിമാന ബോധത്തിൽ അധിഷ്ഠിതമായ സമീപനത്തോടെ നാടിനോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം അവൻ്റെ ജീവനും നിലനിൽപ്പിനും തൊഴിലിനും വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും ശക്തമായി എന്ന് പ്രഖ്യാപിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. എന്ന് പറയുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിൽ നിയമങ്ങൾ മാത്രമേ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മിനിമം കൂലിയും അതുപോലെ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കേണ്ടതായി. ജോലി ചെയ്യുന്നവർ നാഷണൽ ഹെൽത്ത് മിഷൻ
ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ജോലിയുള്ള നിയമങ്ങൾ രാജ്യത്തിനകത്ത് നടപ്പിലാക്കണമെന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനോട് ഇന്ത്യയിലെ തൊഴിലാളികൾ എന്ന രീതിയിലുള്ള അംഗീകാരം ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൂലിയോ വേതനമോ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതിശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്ന പൊതുപണിമുടക്കം നടത്തുന്നത്. സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനങ്ങളും ആ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണിഞ്ഞേരുന്ന ആവേശമായിരുന്നു കഴിഞ്ഞ പണിമുടക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ തോതിലുള്ള പണിമുടക്ക് സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ലോകത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആ സാമ്പത്തിക നയങ്ങൾക്കെതിരായി അതിരൂക്ഷമായുള്ള സമരങ്ങൾ നേതൃത്വത്തിൽ ഏതാണ്ട് 22ഓളം പണിമുടക്ക് സമരങ്ങൾ ഈ 23ാമത്തെ